ഷമ്മി ഈ ജന്തർ മന്ദിറിലെല്ലാം തന്നെ നിരവധി സമരങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു മാധ്യമപ്രവർത്തകനാണ്. ഇന്ന് നമ്മൾ ഈ ന്യൂസ് ഡെസ്കിലിരിക്കുമ്പോൾ വന്നൊരു പ്രധാനപ്പെട്ട വാർത്ത KC വേണുഗോപാലിൻ്റെ ഒരു പ്രസ്താവനയാണ്. KC വേണുഗോപാലിൻ്റെ പ്രസ്താവന എന്തെന്നാൽ കേരളം പറയുന്നതെല്ലാം ശരിയാണ്, കേരളത്തിൻ്റെ ആ സമരം അത് സത്യസന്ധമാണ്. അങ്ങനെ ഒരു പ്രസ്താവനയാണ് KC വേണുഗോപാൽ. അദ്ദേഹം ഒരു ദേശീയ നേതാവാണ്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഈ ഘട്ടത്തിൽ ഈ രീതിയിൽ പറയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഒരു ഘടകം? തീർച്ചയായിട്ടും കർണാടകത്തിൻ്റെ ഒരു സമരം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. ആ സമരത്തിൽ നമ്മളൊന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു ദേശീയ നേതാവ് ആ സമരത്തിൽ പങ്കെടുത്തിരുന്നു? കർണാടകയിൽ നിന്നുള്ള നേതാക്കന്മാരല്ലാതെ വേറെ ഒരു കോൺഗ്രസ് നേതാവും ആ സമരപന്തലിലേക്ക് തിരിഞ്ഞുപോലും നോക്കിയില്ല. കർണാടകം പോലെ കോൺഗ്രസ്സിന് വളരെ പ്രതീക്ഷ വെച്ച് പുലർത്താവുന്ന ഒരു സംസ്ഥാനം ഇത്രയും പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു സമരത്തിലേക്ക് വരുമ്പോൾ പോലും AICCക്ക് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിന് അക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ കേരളം പോലൊരു കുഞ്ഞു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി, അവിടുത്തെ മന്ത്രിമാർ, അവിടുത്തെ MLA മാർ തങ്ങളുടെ ആവശ്യം ഇന്നതാണ് എന്ന് പൊതുജനസമക്ഷം കേരളത്തിൽ പറഞ്ഞു. അതിനുശേഷം ദില്ലിയിലേക്ക് പോയി ഞങ്ങളെ അവർ ബുദ്ധിമുട്ടിക്കുകയാണ്, ഞങ്ങൾക്ക് ലഭിക്കേണ്ടത് തരാൻ അവർ തയ്യാറാവുന്നില്ല എന്ന് ഉറക്കെ പറയുമ്പോൾ അത് ശരിയാണ്, നിങ്ങളോടൊപ്പം കൈകോർക്കാൻ ഞങ്ങൾ ഉണ്ട് എന്ന് പൊതുസമൂഹം ജനങ്ങൾക്ക് മുന്നിൽ ഉറക്കെ വന്ന് വിളിച്ചു പറയുകയാണ്. രണ്ട് മുഖ്യമന്ത്രിമാർ, DMKയുടെ മുഖ്യമന്ത്രി ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. മറ്റ് ചെറിയ പാർട്ടികൾ കുറേ പേര് അതിൻ്റെ അകത്ത് വന്നിരുന്നു. നമുക്ക് അധികം ശ്രദ്ധിച്ചില്ല എന്നുള്ളതേ ഉള്ളൂ. പല രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ അവിടെ വന്ന് ഇതിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ മുന്നിൽ നിന്ന് നയിക്കാൻ ഒരാളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന വർഗീയ രാഷ്ട്രീയത്തിനെതിരായിട്ട് അണിചേരാൻ ഒരുപാട് പേരുണ്ടാകും എന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമായിരുന്നു ഇന്നലെ ദില്ലിയിൽ നടന്ന ആ ഒരു സമയം. അതേസമയം തന്നെ കോൺഗ്രസ്സിന് അതിൻ്റെ തലേ ദിവസം നടന്ന പരിപാടി എത്ര മനോഹരമായി നടത്താൻ കഴിയുമായിരുന്നു. അവർക്ക് കുറച്ചുകൂടി ഒരു വിശദമായ ഒരു കാഴ്ചപ്പാടും ഒരു എന്താ പറയുക കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സംഘാടക മികവും ഉണ്ടായിരുന്നെങ്കിൽ അത് 2 മണിക്കൂർ തികച്ചെടുത്തില്ല ആ സമരം, കർണാടകയുടെ സമരം. അവർ ഒരു കൊച്ചൊരു പന്തലിട്ടു, ഒരു ടോക്കൺ പോലെ വന്ന് അവിടെ വന്നിരുന്നിട്ട് പോയി. പക്ഷേ അവർക്ക് ആ ഒരു സമരം കൊണ്ട് ദേശീയ തലത്തിൽ ഉണ്ടാകുക, രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ആ പരിപാടിയിൽ, കർണാടകയുടെ പരിപാടിയിൽ പങ്കെടുത്തിരുന്നെങ്കിൽ, അതല്ല ഇനിയിപ്പം കേരളം നടത്തുന്ന ഒരു പരിപാടിയിൽ പോലും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരൊന്ന് വന്ന് പങ്കെടുത്തിരുന്നു, തീർച്ചയായിട്ടും അവർക്ക് തന്നെ അതിൻ്റെ അകത്തൊരു മുൻകൈ കിട്ടുമായിരുന്നു. പക്ഷേ കേരളത്തിലെ സങ്കുചിത താല്പര്യമുള്ള കോൺഗ്രസ് നേതാക്കൾ ഒന്നും സമ്മതിക്കില്ല. രാഹുൽ ഗാന്ധിയെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ കൊണ്ടുവന്ന് വയനാട്ടിൽ മത്സരിപ്പിക്കാൻ കേരളത്തിൽ നിന്നുള്ള ചില പ്രമുഖ കോൺഗ്രസ് നേതാക്കളാണ് വലിയ പങ്ക് വഹിച്ചത്. അതോടുകൂടി കോൺഗ്രസിൻ്റെ ഇന്ത്യയിലെ ഏതാണ്ട് അതിൻ്റെ തകർച്ചയുടെ തുടക്കം കഴിഞ്ഞു. അതുപോലെ ഇപ്പോഴും ദേശീയ തലത്തിൽ നരേന്ദ്രമോദി സർക്കാർ പ്രതിപക്ഷ സർക്കാരുകളോട് സ്വീകരിക്കുന്ന സമീപനം തുറന്നു കാട്ടാനുള്ള അവസരമായിരുന്നു. പക്ഷേ അവരത് വിനിയോഗിച്ചിട്ടില്ല. നമ്മൾ ഈ കർണാടക വിഷയവുമായി ബന്ധപ്പെട്ട് കർണാടകത്തിലെ കോൺഗ്രസ് നേതാക്കൾ അവിടെ ഒരു സമരം നടത്തി, 2 മണിക്കൂർ നീണ്ടുന്ന സമരം. നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞൊരു 10 വർഷക്കാലത്തിനിടയിൽ കോൺഗ്രസ് ദില്ലിയിൽ, തലസ്ഥാന നഗരിയിൽ വലിയ ജനപങ്കാളിത്തത്തോടു കൂടി ഒരേ ഒരു സമരമാണ് നടത്തിയിട്ടുള്ളൂ. ഇപ്പോൾ കർഷകരുടെ സമരം നടന്നു, അവിടെ കോൺഗ്രസ് ഉണ്ടായിരുന്നില്ല. ഗുസ്തി താരങ്ങളുടെ സമരം ഉണ്ടായിരുന്നു, ഇടയ്ക്കൊന്ന് പോയി എത്തി നോക്കിയെന്നല്ലാതെ ആ സമരം ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ നമ്മൾ സമരങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ ഒരേ ഒരു സമരം, അത് ഈ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും എല്ലാം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. ആരെ? സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും. അത് വന്നപ്പോൾ മാത്രമാണ് കോൺഗ്രസ് ഒന്നങ്ങോട്ട് ഇളകിയത്. ഇതാണ് കോൺഗ്രസിൻ്റെ ഒരു സമരങ്ങളിലെ പങ്കാളിത്തത്തിൻ്റെ ചരിത്രം.